ഇന്നേ ചോദിച്ചവർക്കൊക്കെ മഷ്റൂം കൊടുത്തിട്ട് കുറച്ചേറെ മഷ്റൂം ബാലൻസ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി വീഡിയോ മഷ്റൂം കൊണ്ടിടാമെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പലതര കൂണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് ചിപ്പിക്കൂണെന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോൾ നല്ല ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്താലോ? ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചേറെ മഷ്റൂം ഉള്ളപ്പോൾ മാത്രമേ ട്രൈ ചെയ്യാവേ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെറുതായിട്ട് അരിയണം. അരിയേണ്ട കാര്യമില്ല, നമുക്കിങ്ങനെ പിച്ചി ഇട്ടാലും മതിയാവും. കുറച്ച് നീളത്തിൽ വേണം ഇത് പിച്ചി ഇടാൻ. സാധാരണ തോരന് നമ്മൾ അരിയുമ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിടാറുള്ളത്. പിന്നെ കറിയൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് വലിയ വീതിയുള്ള കഷ്ണങ്ങളിലായിട്ട് അരിഞ്ഞിടും. ഈ രണ്ട് മോഡലും അല്ലാതെ കുറച്ച് നീളത്തിൽ ഉള്ള കഷ്ണങ്ങളാണ് ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വേണ്ടത്. ഈ ചിപ്പിക്കൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കീറി നമുക്ക് നെടുകെ കിട്ടും. പിന്നെ ഒത്തിരി നീളം കൂടുതലാണെങ്കിൽ അതിന് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ ഒന്ന് കണ്ടിച്ചിട്ടാൽ മതിയേ. ചിപ്പിക്കൂണ് വെച്ച് ഞാൻ ഒത്തിരി വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മോന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇത്. എന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇവൻ ചോദിക്കാറുണ്ട്, അമ്മ എനിക്ക് ഇങ്ങനെ വെച്ചതാ ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്, ഇതുപോലെ ഉണ്ടാക്കിത്താന്ന് ചോദിക്കാറുണ്ട്. പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇതെന്തോ റെസിപ്പിയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൂണ് മെഴുക്കുവരട്ടിയാണ്. ഇത് സാധാരണ മെഴുക്കുവരട്ടി വെക്കുന്നത് പോലെ അല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കണ്ടേക്കണേ. പിന്നെ തോരൻ വെക്കുവാണെങ്കിൽ നമുക്കിതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. ഇതങ്ങനെ പറ്റത്തില്ല, ഓരോ ഇതളും അടർത്തിയെടുത്ത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കീറിയിട്ടാൽ മതി. ഞാനിതിപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കൂണാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. നമുക്കറിയാതെ എത്രത്തോളം ഹൈജീനിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ കഴുകുന്നത് നല്ലതായിരിക്കും. ഏതൊരു സാധനമാണെങ്കിലും എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് കഴുകുമ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം എല്ലാവർക്കും അറിയാം, ഈ മഷ്റൂം എന്ന് പറയുന്നത് ജലാംശം ഒത്തിരി കൂടുതലുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ കഴുകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒത്തിരി അത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഞെക്കി പിഴിഞ്ഞെടുക്കണേ ഇതിനെ. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതെല്ലാം പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ പോവും, കട്ടയാവുമെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. ശരിക്കും നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് പിന്നീട് കിട്ടും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത കണക്കിന് നന്നായിട്ട് ഡ്രൈ ആക്കി വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ വെക്കുമ്പോൾ ഇപ്പം നമ്മൾ മെഴുക്കുരട്ടിയാണ് വെക്കാൻ പോകുന്നത്, അവസാനം അത് കറിയായി പോവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഇത്. വേണമെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടിയുടെ രാജാവെന്നൊക്കെ വേണമെങ്കിൽ പറയാം മഷ്റൂം മെഴുക്കുവരട്ടിയെ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാനിത് ഏകദേശം എല്ലാം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാലോ? അടുത്തതായിട്ട് ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ സവോളയാണെങ്കിൽ 2ഓ 3ഓ സവോള എടുക്കാം. ഞാനിതിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളേ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സാധാരണ എല്ലാ മെഴുക്കുവരട്ടിയും നമ്മൾ ഇതുപോലെ നീളത്തിലാണ് അരിയാറുള്ളത്. അതുപോലെ തന്നെ ഈ മഷ്റൂമും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോളയും ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ ഞാൻ ഒരു സവോള മുഴുവനും നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പച്ചമുളക് അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിടുകയാണ്. അടുപ്പിൽ ഞാനൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുവറുക്കാനല്ല, ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ്. കുറച്ചേറെ എണ്ണ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എത്ര നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എണ്ണയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടു ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വേണം നമുക്ക് തീ വെക്കാൻ, ആദ്യം മുതൽ അവസാനം വരെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, മറ്റുള്ള മെഴുക്കുവരട്ടി പോലെ അല്ല, മഷ്റൂം മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന്. കാരണം സാധാരണ എല്ലാ മെഴുക്കുവരട്ടിക്കും നമ്മൾ സിമ്മിലിട്ടാണ് ഇതിന് തീ കൊടുക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്.
പിന്നെ എണ്ണ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാലേ പറ്റത്തുള്ളൂ. വേറെ ഒരു എണ്ണയ്ക്കും ആ ഒരു ടേസ്റ്റ്, മഷ്റൂം മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ടി പോകണ്ട. ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പൊന്നും ഇപ്പോൾ ഇടാൻ പാടില്ല. കാരണം നമുക്കറിയാം മഷ്റൂം വറ്റി കഴിയുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ, ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറയും. അപ്പം നമ്മളിപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് ഒത്തിരി കൂടിപ്പോവും. അത് കാരണം ഇപ്പോൾ ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. കൈ വിടാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അവസാനം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഈ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിലായിരിക്കണേ. പിന്നെ ബാക്കിയുള്ള മെഴുക്ക് പുരട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കും ആദ്യം. ഇതങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമുക്കറിയാം മഷ്റൂമിൽ നിന്നും വെള്ളം തിരിച്ചിറങ്ങാൻ തുടങ്ങും. അങ്ങനെ ആയെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടിയായിട്ട് അത് കിട്ടത്തില്ല. അത് കാരണമാണ് നമ്മളിത് അടച്ച് വെക്കാതെ വേണം ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. എപ്പോഴും ഇത് ഓപ്പൺ ചെയ്ത് വേണം ഇരിക്കാൻ. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടും ഇരിക്കണേ. ഹൈ ഫ്ലെയിമിൽ നമ്മൾ എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടുന്നത്. അതേസമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി കൂടുതലായിട്ട് ഇത് കുഴഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിത്തീരും. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടുന്നതും അടയ്ക്കാതെ വേവിക്കുന്നതുവേ. പിന്നെ കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇളക്കിയാൽ മതിയാവുമേ. വീട്ടിലെ കറിവേപ്പില തീർന്നിട്ട് ഞാൻ അപ്പുറത്തെ ഉഷാൻ്റിയുടെ അവിടെ പോയി കറിവേപ്പിലയൊക്കെ പറിച്ച് അടുത്ത് കൊണ്ട് മിടുക്കിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ കറിവേപ്പില ആദ്യം കടുവറുക്കാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് ഇപ്പോഴങ്ങ് ഇട്ട് കൊടുത്തേക്കാവേ. പിന്നെ ഇത് ഇച്ചിരി ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു നിറം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിന്ന് മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല. ഇതിൻ്റേതായ ഒരു നിറത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മഷ്റൂം മെഴുക്ക് പുരട്ടി ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഒരു ചേരുവയും ചേർത്തിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് പിടിച്ചാലോ, ആകെപ്പാടെ ഇതിലിടുന്നുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അല്ലാതെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ഇടുന്നില്ല. വേറെ ഒരു ഡെക്കറേഷനും ഇല്ല. കുരുമുളക് പൊടി കുറച്ച് ഏറെ ഇടുന്നത് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം 2 സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ പച്ചമുളകിന് അധികം എരിവില്ല, അത് കാരണം കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂമിന് പാകത്തിനായിട്ടുള്ള ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനലിലുണ്ടല്ലോ മഷ്റൂമിൻ്റെ കുറേ വെറൈറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. മഷ്റൂം കറി ഇട്ടിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്, മഷ്റൂം പൊള്ളിച്ചതുണ്ട്, ഇപ്പോൾ പിന്നെ മെഴുക്കുരട്ടിയായി, പിന്നെ മഷ്റൂം ചക്കക്കുരു തോരൻ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് മഷ്റൂം ബിരിയാണിയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്, ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് പോയി കണ്ടേക്കണേ. അങ്ങനെ ഏകദേശം നമ്മുടെ മഷ്റൂം മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. അപ്പം നമുക്ക് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മുടെ മെഴുക്ക് പുരട്ടി. ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. മോന് ഒത്തിരി ഇഷ്ടമാണ്. മഷ്റൂം വെച്ച് എല്ലാ റെസിപ്പിയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മെഴുക്ക് പുരട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെഴുക്ക് പുരട്ടി, എൻ്റെ ഫേവറേറ്റ് ഇതാണ്. പിന്നെ കശുവണ്ടിയുടെ പച്ച നമ്മൾ കട്ട് ചെയ്ത് മെഴുക്ക് പുരട്ടുമല്ലോ, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മഷ്റൂം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ പറയുമല്ലോ കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേരൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും. ഞാൻ എൻ്റെ കൊച്ചിന് കൊടുത്തു വിടുമ്പോൾ അവൻ പറയാറുണ്ട്, സ്കൂളിൽ അവനധികം കിട്ടാറില്ല, അത് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു മേടിക്കും, അമ്മ ഇച്ചിരി ഏറെ വെച്ചതാണെന്നും പറഞ്ഞിട്ട് ചോദിക്കും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.